അവിടെ ഈ ബോൾ ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കാണോ? ഇല്ല. പക്ഷെ ആ ബോൾ ഐസ്ക്രീമിന്റെ ബോൾ ഇഷ്ടപ്പെടുന്നവരധികം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. പക്ഷെ എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് കുറച്ച് ബോൾ കൊണ്ട് തന്ന കണ്ടോ, ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിച്ചിട്ടുള്ള ആ ബോളിനെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത് കാണിക്കാം. ഇതല്ല അടിപൊളി ക്രിസ്മസ് ഡെക്കറേഷൻ ബോളാക്കാം. ഇതിന് വേണ്ട എന്തൊക്കെയെന്ന് പറയട്ടെ. ഇതൊരു ടാഗ് വേണം. എന്താണ് ഒരു ടാഗ് വേണം. പിന്നെ നമ്മുടെ സോൾഡറിങ്, ഇത് എൻ്റെ ബ്രദറിലോ തന്നാണ്, ഗിഫ്റ്റ് തന്നാണ്. സോൾഡറിങ് അയൺ വേണം. പിന്നെന്താണ് വേണ്ട, ഗം വേണം. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട്, സാധാരണ ഗൾഫിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാവരും മുട്ടായി അല്ലേ കൊണ്ട് തരുന്നു. എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ട് തന്നത് കണ്ടോ, ഗ്ലിറ്ററിങ് ഇതാണ്, പൗഡർ പോലെ ഇരിക്കും. ഇത് 4 കളറുണ്ട് കണ്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് പറയാം. ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മുടെ എന്താണ് ഈ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയത് കണ്ടോ. ഇതിൻ്റെ നടുക്ക് ഓൾറെഡി ഒരു ഹോളുണ്ട്. ഹോളല്ല, ഒരു സ്ഥലം, ആ സ്ഥലത്ത് തന്നെ ഈ സോൾഡറിങ് അയൺ വെച്ചൊരു ഹോൾഡാക്കി, അല്ലല്ലോ, ഒരു ഹോൾ ഉണ്ടാക്കിയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ടാഗ് ഇതിനകത്തോട്ട് കണ്ടോ, ഇങ്ങനെ ഈ ടാഗ് ഇതിനകത്തോട്ട് ഇടുക. നമുക്ക് അത് അല്പം ചെറുതായി പോയിട്ടാണ് ഈ ഹോള്, അതായത് വലിയ ഹോളായിരുന്നെങ്കിൽ ഈ ടാഗ് അകത്തോട്ട് കയറ്റാം ഇങ്ങനെ. അതിനുശേഷം എന്ത് ചെയ്യണം, ടാഗ് ഇത് കണ്ടോ, ടാഗ് അകത്ത് കയറി കഴിഞ്ഞു, ഇങ്ങനെ കിട്ടും. അതാണ് ഞാനിവിടെ ഇതിലെന്ത് ചെയ്തെന്നറിയാമോ, ഈ ഗം അപ്ലൈ ചെയ്യണം. ഈ വൈറ്റ് പാർട്ടിൽ ഞാൻ ഗം അപ്ലൈ ചെയ്തിരിക്കാം. എന്നിട്ട് ഒരു കമ്പിൽ ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ എളുപ്പത്തിന് തൂക്കിയിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള കളറ് ഒരു മിനിറ്റ് തുറന്നോട്ടെ. ഓക്കെ, സോറി. ഇനി എന്ത് ചെയ്യണം, ഈ വൈറ്റ് പാർട്ടിൽ ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ ഗ്ലിറ്ററിങ് പൗഡറാണിത്. നമുക്ക് ഏത് കളറിലും കിട്ടും. 1 മിനിറ്റ് കൊണ്ട് ഇത് കണ്ടോ സംഭവം. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഉണങ്ങാനായിട്ട് ഇത് ബാക്കി ഇങ്ങനെ തട്ടാം. ഇതിൽ പിടിക്കാത്ത സ്ഥലത്ത് കുറച്ചുകൂടി നമുക്കിങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ. ഇനി എന്ത് ചെയ്യണം, ഈ ബാക്കി പാർട്ടിലെ ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ബാക്കി മഞ്ഞ പാർട്ടിൽ എന്ത് ചെയ്യണം, ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇത് കണ്ടോ വൈറ്റ്, ഇല്ലെങ്കിൽ ഇത് സിൽവർ കളറാണ്. ഈ സിൽവർ കളറ് ഈ ബോളിൻ്റെ ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ 2 കളറാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫുള്ളും 1 കളർ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഏകദേശം പിടികിട്ടിയോ? വേണ്ടത് എന്താണ്, ആ ബോളിൽ സോൾഡറിങ് അയൺ വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കുന്നു. അതിൽ നമ്മുടെ ടാഗ് കുറക്കുന്നു. എന്നിട്ട് ഗം വച്ചിട്ട് ആ വൈറ്റ് പാർട്ടിൽ ഗം വയ്ക്കുന്നു. അതിൽ നമ്മുടെ ഗ്ലിറ്ററിങ് പൗഡർ ഇങ്ങനെ കിട്ടും നമുക്ക്. അത് അപ്ലൈ ചെയ്തിട്ട് അടിപൊളിയാക്കാം. നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഇത് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ടോ, നമുക്കിങ്ങനെ ഏത് കളർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഐസ്ക്രീം ബോൾ കിട്ടുമ്പോൾ വലിച്ചെറിഞ്ഞ് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കാതെ നല്ല അടിപൊളി ആർട്ടാക്കാം.